മതി കുഞ്ഞീഷനെ മതി. ഈ കുഞ്ഞീഷൻ ജയിച്ചുകൊണ്ട് ജയിക്കുന്നവർ ജയിച്ചുകൊണ്ടിരുന്നത്. കാരണം ഏഷ്യാനെറ്റിലല്ലേ, ഏഷ്യാനെറ്റിലെല്ലാമാണ് സാധാവ് കുഞ്ഞീഷനെ കോടതി ചാടിച്ചത്. അത് കണക്ക് മതി. കണക്കിനെ പറ്റി പറഞ്ഞു. ഇനിയില്ല. ഇനി ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഒരു വാര വിശദീകരണം വിരുദ്ധൻ പറഞ്ഞു വെച്ചു. പയ്യന്നൂരിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയോ ഒരു കുഞ്ഞീഷന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്നും പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിക്കൊന്നും അതൊന്നും ഏറ്റെടുക്കാനേ പോകുന്നില്ല. ആര് വെല്ലുവിളി? ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കുന്നത്? ഞങ്ങളതൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല. അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നത്. ഏത് കണക്കും കണക്കെല്ലാം ഞങ്ങൾ പറിച്ചേര് പറഞ്ഞിട്ടില്ല. മനസ്സില്ല പോരെ. കുഞ്ഞീഷ്ടം പറയുന്ന ചോദ്യം കൊണ്ട് പുറപ്പെട്ടിരിക്കുക ചെറിയ ആൾ. നിങ്ങൾ കുറേ കൊല്ലം നടക്കും. അത് അത്രയൊന്നും കാലം നടക്കൂല. വളരെ ചുരുക്കം സമയം കൊണ്ട് അവസാനിക്കും. ഏതാ ഏഷ്യാനെറ്റാണോ? അല്ലാതെ ചോദിച്ചത് റിപ്പോർട്ടർ. ശരി. ഇല്ല, കുഞ്ഞീഷ്ടം പറയുന്നത് ചർച്ചയില്ല. കുഞ്ഞീഷന്റെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ കണക്കുണ്ട്. പിന്നെ ഇതിനാ കുഞ്ഞീഷന്റെ കണക്ക് നോക്കുന്നു? അതെ, ഗോവിന്ദൻ പറഞ്ഞത് കൃത്യമാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ കണക്കുണ്ട്. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ കണക്ക്? 26 ഞാഞ്ഞൂലുകൾ, കൃമികീടങ്ങൾ 26. 140-ൽ 26 കൃമികീടങ്ങൾ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ കണക്ക്. ശരിയാ, ഗോവിന്ദൻ പറഞ്ഞത് കറക്റ്റാ. കൃത്യമായ കണക്കുണ്ട്. 140-ൽ 26 കൃമികീടങ്ങൾ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃത്യമായ കണക്ക്. ഗോവിന്ദ, ഒരു കാര്യം ആലോചിക്കേണ്ടത്, കുഞ്ഞികൃഷ്ണൻ സഖാവ് കുറച്ചു കാലത്തേക്കല്ല, വരുന്ന 5 വർഷത്തേക്ക് കുഞ്ഞികൃഷ്ണൻ സഖാവ് പയ്യന്നൂരിന്റെ MLA. കുഞ്ഞികൃഷ്ണൻ സഖാവ് പയ്യന്നൂരിന്റെ MLA. ആ പയ്യന്നൂരിലെ സഖാക്കള് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ സഖാവിനെ വിജയിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദന് തർക്കമുണ്ടോ? ഒരു കാര്യം ചെയ്യണം സഖാക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ ഗോവിന്ദനെ മാറ്റരുത്. ഗോവിന്ദൻ ഇനി എത്ര കാലമാണോ ജീവിച്ചിരിക്കുന്നത് അത്രയും കാലം ആ കസേരയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഗോവിന്ദനെ തന്നെ പ്രതിഷ്ഠിക്കണം. ഗോവിന്ദനെ തന്നെ പ്രതിഷ്ഠിക്കണം. ഒരപേക്ഷയാ. അതെന്തിനാണെന്നറിയോ? എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും ഒരു പണി എടുക്കണ്ട. ഗോവിന്ദൻ ആ കസേരയിൽ ഇരുന്നാൽ മതി. ഗോവിന്ദൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടരണം. അങ്ങനെ ഒരു ഉപകാരം നിങ്ങൾ സഖാക്കൾ ചെയ്യണം. ഗോവിന്ദനെ തന്നെ ആ പാർട്ടി കസേരയിൽ ഇരുത്തണം. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു ഉപകാരം കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും UDFിലുള്ള ആളുകൾക്കും ഒക്കെ അങ്ങനെ ഒരു ഉപകാരം നിങ്ങൾ ചെയ്തു കൊടുക്കണം. മനസ്സിലായില്ലേ? ദയവ് ചെയ്തിട്ട്. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പയ്യന്നൂര്? പയ്യന്നൂര് എന്ന് പറയുന്നത് നിങ്ങളുടെ കോട്ടയായിരുന്നു. അങ്ങനെയല്ല അവകാശപ്പെട്ടത്. പയ്യന്നൂരിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും ഉണ്ടായിരുന്നില്ല. പയ്യന്നൂരിൽ എന്താകുമെന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നില്ല. പക്ഷേ പയ്യന്നൂരിലെ ജനങ്ങൾക്ക് തീരെയും ആശങ്കയുണ്ടായിരുന്നില്ല. അവിടെ കുഞ്ഞികൃഷ്ണൻ സഖാവ് വന്നിട്ട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ പയ്യന്നൂരിലെ ജനതയ്ക്ക് തീരെയും ആശങ്കയും ഉണ്ടായിരുന്നില്ല. അവര് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് എണ്ണി, ഫലം വന്നു. അത് കഴിഞ്ഞ് UDF സർക്കാർ അധികാരത്തിലേക്കും വരിക. മുഖ്യമന്ത്രി ആരാണെന്നുള്ള പ്രഖ്യാപിച്ചു അല്ലേ? മുഖ്യമന്ത്രി ആരാണെന്നുള്ള പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ആരാണെന്നുള്ള പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ ഒരു ഇസ്ലാമോഫോബിയ, ഒരു പുതുതരം ഇസ്ലാമോഫോബിയ ഉടലെടുത്തിരിക്കുകയാണ് അല്ലേ? ഈ ഇസ്ലാമോഫോബിയക്ക് തുടക്കം കുറിച്ച ആളുകൾ ആരാ? ഇതേ സഖാക്കള്, ഇതേ പിണറായി വിജയൻ, ഇതേ ജയരാജന്മാര് അല്ലേ? വിജയരാഘവനും ജയരാജനും പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും സജി ചെറിയാനും അടങ്ങുന്ന സഖാക്കളാണ്
ഈ ഇസ്ലാമോഫോബിയ, ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ട ഇസ്ലാമോഫോബിയയുടെ വക്താക്കള് ഈ ആളുകളാ. ഇതിൽ പിണറായി വിജയനുണ്ട്. മലപ്പുറത്തിനെതിരെ വിദ്വേഷവും വിഷവും ചീറ്റി തുടങ്ങിയത് പിണറായി വിജയന്റെ നാവിൽ നിന്നാ. പിണറായി വിജയനിലൂടെ വന്ന് പിണറായി വിജയൻ പിന്നെ ആ ദൗത്യം വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഏൽപ്പിക്കുകയായിരുന്നു. അതെ, സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഏൽപ്പിക്കുകയായിരുന്നു ആ പണി. മനസ്സിലായില്ലേ? എന്നിട്ട് ആ സുകുമാരനെയും ആ വെള്ളാപ്പള്ളിയെയും നടേശനെയും സുകുമാരനെയും സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി കുഴലൂതാനും സജി ചെറിയാനെ പോലെയുള്ള കുറെ എണ്ണം വേറെയും. എന്താണെങ്കിലും പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കരുതിയത്, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ മുഖ്യമന്ത്രിയെക്കാളും വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അധികാര കസേരയിലിരിക്കുന്ന വ്യക്തി എന്ന. പക്ഷേ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആയിരുന്നപ്പോൾ ഗോവിന്ദൻ വിജയന്റെ അടിമയായിരുന്നു. വിജയന് വേണ്ടി കുഴലൂത്ത് നടത്തുകയായിരുന്നു ഈ പറയുന്ന ഗോവിന്ദന്റെ പണി എന്ന് പറയുന്നത്. എന്താണെങ്കിലും അത് നന്നായിട്ടുണ്ട്. ഈ പാർട്ടിയെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിക്കുന്ന പണി, ഈ പാർട്ടിയുടെ അടിവേര് മാന്തണ്ട പണി മറ്റുള്ളവർക്ക് എടുക്കേണ്ടി വന്നില്ല. മറ്റുള്ളവർക്ക് ചില വെട്ടലും കുത്തലും മാത്രമേ നടത്തേണ്ടി വന്നിട്ടുള്ളൂ. അടിവേര് മാന്തുന്ന പണി ഗോവിന്ദൻ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാ. ഗോവിന്ദൻ മാത്രമാണോ? അല്ല, ഗോവിന്ദനും ഗോവിന്ദന്റെ രാജാവും അടിമയും ചേർന്ന് ആ പണി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയെ കുളം തോണ്ടുന്ന പണി ഗോവിന്ദനും ഗോവിന്ദന്റെ രാജാവും ചേർന്ന് വളരെ കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലേ? ഗോവിന്ദന്റെ കാര്യം നിങ്ങളൊന്ന് നോക്കൂ. ഗോവിന്ദനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഗോവിന്ദൻ നോക്കുമ്പോൾ ഗോവിന്ദന്റെ മുൻപ് ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി കസേരയിലേക്ക് വരുന്നതിന് മുമ്പ് ആ കസേരയിലിരുന്ന വ്യക്തി അത് തന്നെ ചെയ്തു. അല്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് വിജയരാഘവനായിരുന്നു. ആ വിജയരാഘവൻ എന്താക്കി? താൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് അന്ന് തനിക്ക് മത്സരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ആർക്ക് മത്സരിക്കാം? ഭാര്യയെ മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഭാര്യയെ മന്ത്രിയുമാക്കി. അല്ലേ? 2026 ആയപ്പോ ഗോവിന്ദൻ നോക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി കസേരയിലായിരിക്കുന്നേ. എന്ത് ചെയ്യും? ഭാര്യയെ മത്സരിപ്പിച്ചു തളിപ്പറമ്പില്. എന്നിട്ടോ ഭാര്യയെ മത്സരിപ്പിക്കുമ്പോൾ ഗോവിന്ദന്റെ ഉള്ളിൽ എന്താ? മൂന്നാമതും അധികാരത്തിൽ വരും, ഭാര്യയെ മന്ത്രിയാക്കാൻ പറ്റൂ. അധികാരത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല, തളിപ്പറമ്പിൽ നിന്ന് ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ സഖാക്കൾ തോൽപ്പിച്ചു ശ്യാമളയെ. തളിപ്പറമ്പിൽ നിന്ന് ശ്യാമളയെ പൊട്ടി. ഇപ്പം എന്താ പറയുന്നത്? ഗോവിന്ദൻ ഒറ്റക്കെടുത്ത തീരുമാനം. പിന്നെ ഗോവിന്ദൻ ഒറ്റക്കെടുക്കാണ്ട് വിജയരാഘവൻ മുമ്പത്തെ സെക്രട്ടറി ഭാര്യയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കി. ഇപ്പോഴത്തെ സെക്രട്ടറി ആയ താൻ പിന്നെ എന്ത് ചെയ്യണം? മത്സരിക്കാൻ പറ്റൂല. ഭാര്യയെ മത്സരിപ്പിച്ചു, പരാജയപ്പെട്ടു, വീട്ടിലിരിക്കുന്നുണ്ട്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, സഖാക്കള് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കരുത്. സഖാക്കൾ ഇതിങ്ങനെ തന്നെ തുടരണം. കാരണം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും സംഭവിച്ചിട്ടില്ല. CPM എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. CPM പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടിട്ടില്ല. വോട്ട് കുറഞ്ഞോ? വോട്ട് കുറഞ്ഞിട്ടില്ല. അധികാരത്തിലുണ്ടോ? അധികാരത്തിലുണ്ട്. CPM ഇപ്പം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് CPM ആണ്. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ. മനസ്സിലായില്ലേ? മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലാതെ. അതുകൊണ്ട് കോവിന്ദനെ മാറ്റിയാൽ നിങ്ങളെ പാർട്ടി നശിക്കും. അതുകൊണ്ട് കോവിന്ദനെ മാറ്റരുത്. കോവിന്ദനെ ആ കസേരയിൽ തന്നെ ഇരുത്തണം. ഞാൻ പറഞ്ഞില്ലേ, കോവിന്ദൻ ഇനി എത്ര കാലം എന്ന് പറഞ്ഞാൽ കോവിന്ദൻ്റെ ആജീവനാന്ത കാലം. കോവിന്ദൻ ഇനി എത്ര ആയുസ് വരെയുള്ളത് അത്രയും കാലം കോവിന്ദൻ പാർട്ടിയെ നയിക്കണം. കാരണം പാർട്ടിയെ നയിക്കാൻ ഇത്രയും പ്രാപ്തനായ മറ്റൊരു വ്യക്തി ലോകത്തില്ല. കേരളത്തിലില്ല എന്നല്ല, ലോകത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ കേരളത്തിൽ സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ പറ്റിയ ഏക വ്യക്തി ആരായിരുന്നു? ശൈലജയായിരുന്നു.
പേരാവൂരിൽ മത്സരിച്ചു, സണ്ണി വക്കീലിനെ തോൽപ്പിച്ചു, അല്ലേ? അതുപോലെ ഈ ലോകത്ത് കേരളത്തിലെ CPM-നെ നയിക്കാൻ പ്രാപ്തനായ മറ്റൊരു വ്യക്തി ഈ ലോകത്ത് ഗോവിന്ദനല്ലാതെ ഇല്ല. ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഗോവിന്ദൻ എത്ര കാലമാണോ ഗോവിന്ദൻ ജീവിച്ചിരിക്കുന്നത് അത്രയും കാലം അതങ്ങോട്ട് തീറെഴുതിയിട്ട് ഗോവിന്ദൻ്റെ കാൽ കീഴിൽ വെച്ചു കൊടുക്കണം സഖാക്കൾ. പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം, പാർട്ടിയുടെ കസേര, ആ കസേര ഗോവിന്ദൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുചെന്ന് വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് നിരന്തരമായിട്ട് വെള്ളാപ്പള്ളിയെയും സുകുമാരനെയും ഒന്നും വിട്ടുകളയരുത്. അവരെയൊക്കെ പറ്റുമെങ്കിൽ പിണറായി വിജയൻ, മൂന്നാമതും അധികാരത്തിലെത്തിയ പിണറായി വിജയൻ്റെ കാറിൽ ഇടവും വലവും ഇരുത്തി കൊണ്ടു നടക്കണം. എന്നിട്ട് മുസ്ലിം സമുദായത്തിന് നേരെ, മലപ്പുറത്തിന് നേരെ, മലപ്പുറത്തെ ജനതയ്ക്ക് നേരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കണം, വിഷം തുപ്പിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? സഖാക്കളെ, നമ്മൾ തോറ്റിട്ടില്ല. സഖാക്കളെ, നമ്മളാണ് അധികാരത്തിൽ. സഖാക്കളെ, നമ്മളാണ് കേരളം ഭരിക്കുന്നത്. സഖാക്കളെ, നമ്മുടെ രാജാവ് പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിലെത്തിയിരിക്കുക. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, പാർട്ടിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സണ്ണി വക്കീലിനെ പേരാവൂരിൽ നമ്മുടെ സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ കാര്യപ്രാപ്തിയുള്ള ഏക വ്യക്തിത്വമായിട്ടുള്ള KK ശൈലജ സണ്ണി വക്കീലിനെ തോൽപ്പിച്ചു. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് തോറ്റു. രക്തസാക്ഷി ഫണ്ട് മുക്കിയ TI മധുസൂദനം വിജയിച്ചു. തളിപ്പറമ്പിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ സഖാക്കൾ എന്താക്കണം? നമുക്കൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ തുടരണം. ഇനിയുള്ള കാലവും ഇതേ രീതി, ഇതേ നയങ്ങൾ, ഇതേ ആശയങ്ങൾ, ഇതേ പ്രവർത്തന ശൈലി. മുസ്ലിം സമുദായത്തിനെ മാക്സിമം തെറി വിളിക്കണം, അവരെ അധിക്ഷേപിക്കണം, അവരെ വർഗീയവാദികളാക്കണം, അവരെ ചാപ്പ കുത്തണം, അവരെ പാകിസ്ഥാനികളാക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മലപ്പുറത്തിനെതിരെ പറ്റുമെങ്കിൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മൾ വിഷം തുപ്പിക്കൊണ്ടേയിരിക്കണം, വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായില്ലേ? വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരനും ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ രാജാവ് സംരക്ഷിക്കണം. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആരും പാർട്ടി സെക്രട്ടറിയെ മാറ്റണമെന്നോ പാർട്ടി സെക്രട്ടറിയുടെ കാലാവധി തീർന്നെന്നോ എന്നൊന്നും പറയരുത്. ഇനിയുള്ള കാലം അത്രയും, ഗോവിന്ദൻ്റെ ആയുസ് കാലം അത്രയും പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കണം. നമ്മളെന്താക്കണം? പാർട്ടി സെക്രട്ടറി കസേര അത് ഗോവിന്ദൻ്റെ അടിയാധാരം എഴുതിയിട്ട് ഗോവിന്ദൻ്റെ കാൽ കീഴിൽ സമർപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം പാർട്ടി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. പാർട്ടിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പാർട്ടി വലിയ തോതിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. പാർട്ടി വലിയ രീതിയിൽ അംഗങ്ങളെ കൂട്ടി. പാർട്ടി അധികാരം മൂന്നാമതും നിലനിർത്തി. ഇതൊക്കെ സഖാവ് ഗോവിന്ദനും രാജാവ് വിജയനും കൂടിയിട്ടാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ തന്നെ തുടരാൻ പാർട്ടി അനുവദിക്കണം. ഇതൊരു അപേക്ഷയാണ്. ഒരു കേരളത്തിലെ സാധാരണക്കാരനായ പിണറായി വിജയൻ രാജാവിൻ്റെ ഭരണത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി, ഒരു അമേരിക്കയിൽ പോകാതെ അമേരിക്കയെയും യൂറോപ്പിനെയും ലണ്ടനെയും വെല്ലുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും അനുഭവിക്കുന്ന സാധാരണ ഒരു പ്രജയുടെ അപേക്ഷയാണ്. ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്.